എല്ലാ പ്രിയപ്പെട്ടവർക്കും 1202 ആണ്ട് പുതുവർഷ ആശംസകൾ. ഈ വർഷത്തെ ചിങ്ങം 1 തീയതി വരുന്നത് 2026 ഓഗസ്റ്റ് 17 തിങ്കളാഴ്ചയാണ്. ഈ ഒരു ചിങ്ങം മാസത്തോടു കൂടി നിരവധി ഗ്രഹമാറ്റങ്ങളിലൂടെ പുതുവർഷത്തിൽ രാജയോഗ തുല്യമായ ജീവിതം ലഭിക്കുന്ന നാളുകാരെ കുറിച്ചാണ് ഇന്ന് നമ്മൾ വിശദമായി നോക്കാൻ പോകുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരും ആർക്കാണോ പ്രാർത്ഥിക്കേണ്ടത് അവരുടെ പേരും നാളും ജനന തീയതി അറിയാമെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നടത്തുന്ന പൂജയിൽ ഉൾപ്പെടുത്തുന്നതാണ്. വർഷഫലത്തിൽ പൊതുവായി പ്രധാന ഗ്രഹങ്ങളുടെ രാശിമാറ്റങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഫലം നോക്കുന്നത്. അതിൽ തന്നെ സർവ്വ ഐശ്വര്യകാരകനും ദേവഗുരുവുമായ വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തിനാണ് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത്. അത്രയധികം സൗഭാഗ്യങ്ങൾ നൽകുന്ന ഒരു ഗ്രഹമാണ് വ്യാഴം. ഈ ഒരു വർഷത്തിൽ വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തിന് വളരെയധികം പ്രത്യേകതയുമുണ്ട്. കാരണം ഒരു വർഷത്തിൽ ഒരിക്കൽ രാശി മാറുന്ന വ്യാഴം ഈ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം രാശിമാറ്റം നടത്തുന്നുണ്ട്. നിലവിൽ വ്യാഴം കർക്കിടകം രാശിയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. 3 മാസങ്ങൾ കഴിഞ്ഞ് വ്യാഴം കർക്കിടകം രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കും. പിന്നീട് വീണ്ടും കർക്കിടകം രാശിയിലേക്കും മാറി വരുന്നതാണ്. അതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ രാശിമാറ്റം അത്രയധികം ഓരോ വ്യക്തികളെയും സ്വാധീനിക്കുന്നതാണ്. 2.5 വർഷക്കാലമെടുത്ത് രാശി മാറുന്ന ശനി ഈ വർഷത്തിൻ്റെ അവസാനത്തിലായിരിക്കും രാശിമാറ്റം നടക്കുക. അതുപോലെ നിഴൽ ഗ്രഹങ്ങളായ രാഹുകേതുക്കൾക്കും ജൂൺ മാസത്തോടുകൂടി രാശിമാറ്റം സംഭവിക്കുന്നുണ്ട്. ഇതുകൂടാതെ സൂര്യചന്ദ്രന്മാർ, ചൊവ്വ, ബുധൻ, ശുക്രൻ എന്നീ മറ്റു ഗ്രഹങ്ങൾക്കും യഥാസമയം രാശിമാറ്റം സംഭവിക്കുന്നുണ്ട്. ഇവയുടെയൊക്കെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ എല്ലാ രാശിയിൽപ്പെട്ട നാളുകാർക്കും പല വിധത്തിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. എന്നിരുന്നാൽ ചില രാശിയിൽപ്പെട്ട നാളുകാർക്ക് രാജയോഗ തുല്യമായ ജീവിതമായിരിക്കും ലഭ്യമാവുക. ധനം പല മേഖലകളിൽ നിന്നും കൈവശം വന്നു ചേരുന്നതിലൂടെ ജീവിതം തന്നെ മാറി മറിയും. നിലവിൽ കടബാധ്യതകളും കഷ്ടതകളും ദുരിതങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അതിൽ നിന്നുമൊക്കെ മോചനം ലഭിക്കും. ഒരിക്കലും നടക്കില്ല എന്ന് കരുതി മാറ്റിവെച്ച കാര്യങ്ങൾ പോലും നടന്നു കിട്ടും. പ്രണയം, വിവാഹം, ദാമ്പത്യം എന്നീ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പൂവണിയും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. ആരോഗ്യം മെച്ചപ്പെടും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം നിറഞ്ഞു നിൽക്കും. ഇപ്രകാരം ചിങ്ങം 1 രാജയോഗം ലഭിക്കുന്ന നാളുകാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മേടക്കൂറ് അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു പുതുവർഷത്തിൽ ധാരാളം സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും. കാരണം വ്യാഴം നിലവിൽ 4-ാം ഭാവത്തിലും പിന്നീട് 5-ാം ഭാവത്തിലും വരുന്നതാണ്. അതൊക്കെ തന്നെ ധാരാളം ഗുണങ്ങൾ നിങ്ങൾക്ക് കൊണ്ടു നൽകുന്നതായിരിക്കും. അപ്രതീക്ഷിതമായി ധനം കൈകളിൽ എത്തിച്ചേരും. ധനപരമായ ഒരു സ്ഥിരത കൈവരിക്കാൻ സാധിക്കും. തൊഴിൽ, ബിസിനസ്, വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ മികച്ച വിജയങ്ങളും അംഗീകാരങ്ങളും വന്നു ചേരും. ബുദ്ധിപൂർവവും അറിവോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലൂടെ മികച്ച സാമ്പത്തിക നേട്ടങ്ങളും ലഭ്യമാകും. കുടുംബത്തിൽ സമാധാനം നിറഞ്ഞു നിൽക്കും. അമ്മയുമായിട്ടുള്ള ആത്മബന്ധം വർദ്ധിക്കുന്നതാണ്. അമ്മയുടെ ഭാഗത്തു നിന്നും ധാരാളം സപ്പോർട്ടുകൾ ഈ സമയം ലഭിക്കുന്നതായിരിക്കും. അതൊക്കെ തന്നെ നിങ്ങൾക്ക് ധാരാളം നേട്ടങ്ങളും കൊണ്ടു നൽകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച വിജയങ്ങളും അംഗീകാരങ്ങളും ലഭിക്കും. മാതാപിതാക്കളെ സംബന്ധിച്ച് മക്കളുടെ കാര്യത്തിൽ അഭിമാനിക്കേണ്ട പല അവസരങ്ങളും ലഭ്യമാകും. പുതിയ ജോലിക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തൊഴിലിലേക്ക് കടക്കാനും സാധ്യമാകും. വീട്, വാഹനം, വസ്തു എന്നിവയൊക്കെ വാങ്ങാനായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവയൊക്കെ വാങ്ങാൻ സാധിക്കും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. കുടുംബവുമൊത്ത് തീർത്ഥാടന യാത്രകൾ നടത്താനുള്ള അവസരങ്ങളും ലഭ്യമാകും. നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്കും ചികിത്സകളിലൂടെ മികച്ച ഫലങ്ങൾ ലഭിക്കും. പൊതുവെ എല്ലാ തരത്തിലും സമാധാനവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്നതാണ്. കർക്കിടകക്കൂറ് പുണർദം അവസാന 15 നാഴിക, പൂയം, ആയില്യം ചേർന്ന് കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു പുതുവർഷത്തിൽ അതിഗംഭീര നേട്ടങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭ്യമാവുക. കാരണം നിലവിൽ വ്യാഴം ലഗ്നത്തിലും പിന്നീട് 2-ാം ഭാവത്തിലും വരുന്നതാണ്. ധനസ്ഥാനത്തേക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വൻ സാമ്പത്തിക നേട്ടങ്ങളായിരിക്കും ഈ ഒരു വർഷം ലഭ്യമാകാൻ പോകുന്നത്. സമ്പാദ്യം വർദ്ധിപ്പിക്കാനുള്ള പുതിയ പല അവസരങ്ങൾ ലഭിക്കും. നിലവിൽ ബിസിനസ് സംരംഭങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അതിൽ മികച്ച വിജയങ്ങൾ വന്നു ചേരും. കൂടാതെ പുതിയതായി ബിസിനസ് തുടങ്ങാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അവയൊക്കെ നടത്താൻ സാധിക്കും. അതിൽ നിന്നും മികച്ച സാമ്പത്തിക നേട്ടങ്ങളും ലഭ്യമാകും.
തൊഴിൽ മേഖലകളിലും മികച്ച വിജയങ്ങളും അംഗീകാരങ്ങളും ലഭിക്കും. ആത്മവിശ്വാസത്തോടുകൂടെയും പക്വതയോടുകൂടെയും അറിവോടുകൂടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതിലൂടെ മേലധികാരികളിൽ നിന്നും അംഗീകാരങ്ങളും പ്രശംസകളും ഏറ്റുവാങ്ങാൻ സാധിക്കും. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഇന്റർവ്യൂ പൊതുപരീക്ഷകളിലൊക്കെ മികച്ച വിജയങ്ങൾ വന്നു ചേരും. ഗുരുക്കന്മാരുടെയും ഗുരുതുല്യരായവരുടെയും ഉപദേശങ്ങളും സഹായ സഹകരണങ്ങളും ലഭ്യമാകും. സമൂഹത്തിൽ പ്രശസ്തിയും മാന്യതയും വർദ്ധിക്കും. ധനം പല മേഖലകളിൽ നിന്നും കൈവശം വന്നു ചേരുന്നതിലൂടെ ജീവിത നിലവാരം ഉയരും. കുറച്ചുകൂടി ആഡംബരപൂർണമായ ഒരു ജീവിതത്തിലൂടെ കടന്നു പോകാൻ തീർച്ചയായും സാധിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനോ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരും. ആരോഗ്യം മെച്ചപ്പെടും. നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്കും അതിൽ നിന്നും മോചനം ലഭിക്കും. കുടുംബ ബന്ധങ്ങൾക്കിടയിൽ സമാധാന അന്തരീക്ഷം നിറഞ്ഞു നിൽക്കും. പൊതുവെ എല്ലാ തരത്തിലും ഐശ്വര്യം വന്നു ചേരുന്നതാണ്. തുലാം കൂറ് ചിത്തിര രണ്ടാം പകുതി, ചോതി, വിശാഖം ആദ്യ 45 നാഴിക ചേർന്ന് തുലാം കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു പുതുവർഷത്തിൽ ധാരാളം സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും. കാരണം നിലവിൽ വ്യാഴം 10ാം ഭാവത്തിലും പിന്നീട് 11ാം ഭാവത്തിലും വരുന്നതാണ്. രണ്ടും നിങ്ങൾക്ക് ധാരാളം ഗുണഫലങ്ങൾ കൊണ്ടു നൽകും. തൊഴിൽ മേഖലകളിൽ മികച്ച വിജയങ്ങളും അംഗീകാരങ്ങളും ലഭിക്കും. പുതിയതായി ജോലിക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പുതിയ പല അവസരങ്ങൾ വന്നു ചേരും. നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ നിന്നും കുറച്ചുകൂടെ ബെറ്ററായ മറ്റൊന്നിലേക്ക് മാറാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പുതിയ പല അവസരങ്ങളും ലഭിക്കും. ആത്മവിശ്വാസത്തോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഊർജ്ജസ്വലതയോടുകൂടി വർക്ക് ചെയ്യുന്നതിലൂടെ മേലധികാരികളിൽ നിന്നും അംഗീകാരങ്ങളും പ്രശംസകളും ഏറ്റുവാങ്ങാൻ സാധ്യമാകും. സമൂഹത്തിലെ പ്രശസ്തരായ വ്യക്തികളെ പരിചയപ്പെടുന്നതിനും അവരുമായിട്ടുള്ള സൗഹൃദങ്ങൾ നിങ്ങൾക്ക് ഭാവിയിൽ ഗുണം ചെയ്യും. സുഹൃത്തുക്കളിൽ നിന്നും സഹായ സഹകരണങ്ങളും ഈ സമയം ലഭിക്കുന്നതാണ്. പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുന്നതിനും നിലവിലുള്ള ബിസിനസ് വിപുലീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. പുതിയ പല ഐഡിയാസൊക്കെ ക്രിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നതിലൂടെ മികച്ച സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരും. നിലവിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്കും അതിൽ നിന്നും മോചനം ലഭിക്കും. കിട്ടാക്കടങ്ങളൊക്കെ തിരികെ ലഭിക്കും. സ്വർണമോ പണമോ ഒക്കെ കടം കൊടുത്തിട്ടും തിരികെ ലഭിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ തിരികെ കൈകളിൽ എത്തിച്ചേരും. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അതിൽ നിന്നും മോചനം ലഭിക്കും. കുടുംബ ബന്ധങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടും. പരസ്പര സ്നേഹവും വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. കുറേ നാളുകളായിട്ടും നടക്കില്ല എന്ന് കരുതി മാറ്റിവെച്ച പല കാര്യങ്ങളും ഈ സമയം ലക്ഷ്യം നേടിയെടുക്കും. പൊതുവെ എല്ലാ തരത്തിലും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞു നിൽക്കുന്നതാണ്. വൃശ്ചികക്കൂറ് വിശാഖം അവസാന 15 നാഴിക, അനിഴം തൃക്കേട്ട ചേർന്ന് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ഈ ഒരു പുതുവർഷത്തിൽ മികച്ച ഭാഗ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭ്യമാവുക. കാരണം നിലവിൽ വ്യാഴം 9ാം ഭാവത്തിലും പിന്നീട് 10ാം ഭാവത്തിലും വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ധാരാളം സൗഭാഗ്യങ്ങളായിരിക്കും ലഭ്യമാവുക. തൊഴിൽ മേഖലകളിൽ മികച്ച വിജയങ്ങൾ ലഭിക്കും. നിലവിൽ തൊഴിലില്ലാതെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മികച്ച ഒരു കരിയറിലേക്ക് കടക്കാൻ സാധിക്കും. ഇന്റർവ്യൂ പൊതുപരീക്ഷകളിലൊക്കെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നതാണ്. നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ നിന്നും കുറച്ചുകൂടി ബെറ്ററായ മറ്റൊന്നിലേക്ക് മാറാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പുതിയ പല അവസരങ്ങൾ വന്നു ചേരും. മേലധികാരികളുടെ അംഗീകാരവും പ്രശംസയും ഏറ്റുവാങ്ങുന്ന തരത്തിൽ പ്രവർത്തിച്ചു മുന്നേറാൻ സാധിക്കും. സമൂഹത്തിലെ പ്രശസ്തരായ വ്യക്തികളെ പരിചയപ്പെടാൻ സാധിക്കും. അവരുമായിട്ടുള്ള സൗഹൃദങ്ങൾ നിങ്ങൾക്ക് ഭാവിയിൽ ഗുണം ചെയ്യും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൽ മികച്ച വിജയങ്ങൾ വന്നു ചേരും. ക്യാമ്പ് സെലക്ഷനിലൂടെയൊക്കെ ജോലി ലഭിക്കുന്നതിനും സാധ്യതയുണ്ട്. വിദേശ യാത്രകൾക്ക് പരിശ്രമിച്ചിട്ട് നടക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ ഈ സമയം നടന്നു കിട്ടും. തൊഴിൽ, ബിസിനസ്, വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി വിദേശത്ത് പോകാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വിസ പ്രോസസ്സൊക്കെ വേഗം നടന്നു കിട്ടുകയും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനും സാധിക്കും. നിലവിൽ ബിസിനസ് സംരംഭങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും മികച്ച സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരും. വിദേശവുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പുതിയ പല അവസരങ്ങൾ ലഭിക്കും. സമൂഹത്തിൽ പ്രശസ്തിയും മാന്യതയും വർദ്ധിക്കുന്നതാണ്. ചലച്ചിത്രം, സാഹിത്യം, രാഷ്ട്രീയം എന്നീ മേഖലകളിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്കും മികച്ച വിജയങ്ങളും അംഗീകാരങ്ങളും വന്നു ചേരും. അത്തരം മേഖലയിലേക്ക് കടക്കാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പുതിയ പല അവസരങ്ങൾ ലഭിക്കും.
ധനം പല മേഖലകളിൽ നിന്നും കൈവശം വന്നു ചേരുന്നതിലൂടെ ജീവിതം തന്നെ മാറിമറിയും. അപ്രതീക്ഷിത ഭാഗ്യത്തിലൂടെ ധാരാളം സൗഭാഗ്യങ്ങളും ലഭിക്കും. കുറേ നാളുകളായി നടക്കില്ല എന്ന് കരുതി മാറ്റിവെച്ച പല വിധത്തിലുള്ള ആഗ്രഹങ്ങളും ഈ സമയം നടന്നു കിട്ടും. വിവാഹം, ദാമ്പത്യം എന്നിവയിലൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കും. വിവാഹം ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കാര്യത്തിലും തീരുമാനമാകും. പ്രണയിക്കുന്നവരെ സംബന്ധിച്ചും പല പ്രണയബന്ധങ്ങളും വിവാഹത്തിൽ എത്തിച്ചേരുന്നതിനും സാധ്യത കാണുന്നു. വീട്, വാഹനം, ഭൂമി എന്നിവയൊക്കെ വാങ്ങാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവയൊക്കെ ലാഭകരമായി വാങ്ങാൻ സാധിക്കും. ആരോഗ്യം മെച്ചപ്പെടും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം നിറഞ്ഞു നിൽക്കും. പൊതുവെ എല്ലാ തരത്തിലും ഐശ്വര്യം വന്നു ചേരുന്നതാണ്. എല്ലാ നാളുകാരും നന്നായി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകൂ. വ്യാഴം അനുകൂല ഭാവത്തിൽ വരുന്നതിനാൽ വ്യാഴപ്രീതി വരുത്തുന്നത് വളരെ ഉത്തമമാണ്. ക്ഷേത്ര ദർശനം നടത്തി നവഗ്രഹങ്ങൾക്കും വ്യാഴത്തിനും വിഷ്ണു ഭഗവാനും നിങ്ങളാൽ കഴിയുന്ന സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. അതോടൊപ്പം വ്യാഴ മന്ത്രങ്ങളും വിഷ്ണു ഭജനവും വിഷ്ണു സഹസ്രനാമവും ഒക്കെ നിത്യവും ജപിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യങ്ങൾ ഇരട്ടിയായി വന്നു ചേരുന്നതായിരിക്കും. ജ്യോതിഷ സംബന്ധമായ ധാരാളം വീഡിയോകൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതും കൂടെ കാണണേ. ലിങ്ക് പിൻ ചെയ്തേക്കാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും സർവ്വവിധ സൗഭാഗ്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും നൽകി ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എന്നെ ഇതുവരെ ശ്രവിച്ചതിന് നന്ദി. അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നന്ദി, നമസ്കാരം.